ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലത്തെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ ആ കമ്പനിയിൽ എങ്ങനെയാണ് അവർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, എത്ര എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ വേണ്ടി വരിക എന്ന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ലെവൽ ഓഫ് ആക്ടിവിറ്റി 1,80,000. ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ അവർ പ്രൊഡക്ഷൻ നടത്തിയത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേറെ രീതിയിലാണ് പറഞ്ഞിരിക്കണമെന്ന് തോന്നുന്നു. ഇത് ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ ആ കമ്പനിയിലെ ആ വർഷം നടന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 1,80,000 ആണ്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആ റോ മെറ്റീരിയൽസിന് 20 rupees, ലേബറിന് 5 rupees, ഓവർഹെഡ്സ് 15 ഇൻക്ലൂഡിങ് ഡിപ്രീസിയേഷൻ. അതായത് നമുക്ക് മൊത്തം വന്നിരിക്കുന്ന ഓവർഹെഡ്സ് കോസ്റ്റ് 15 rupees ആണ്. അതിൽ ഡിപ്രീസിയേഷനും കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും യാതൊരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല. ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണെങ്കിലും ഇതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഡിപ്രീസിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് എത്രയാണ് ടോട്ടൽ ഓവർഹെഡ്സ് ആ എമൗണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞിട്ട് 15 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇൻക്ലൂഡിങ് ഡിപ്രീസിയേഷന് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത്. അതില്ലാത്ത പോലെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ദെൻ പ്രോഫിറ്റ് 10, അത് പ്രത്യേകിച്ച് ആവശ്യമില്ല. സെല്ലിംഗ് പ്രൈസ് 50, അത് രണ്ടിൻ്റെയും ആവശ്യമില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം വർക്കൗട്ട് ചെയ്തുല്ലോ. ദെൻ റോ മെറ്റീരിയൽസ് ഹോൾഡിംഗ് പീരീഡ് ആയിട്ട് വന്നിരിക്കുന്ന 2 months തന്നിട്ടുണ്ട്. പ്രോസസ്സിംഗ് പീരീഡ് ദാറ്റ് ഈസ് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ പീരീഡ് ഹാഫ് മന്ത്. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ 1 month. ക്രെഡിറ്റ് അലൗഡ് ഗിവൺ ടു ഡെപ്റ്റേഴ്സ് 2 months. ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയർ 1 month. ലാഗ് ഇൻ പേയ്മെൻറ്റ് ഓഫ് വേജസ് 1 month. ലാഗ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് ഹാഫ് മന്ത്. ക്യാഷ് സെയിൽ 25%. മൊത്തം സെയിൽസിൻ്റെ 25%. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ 1/4 എന്ന് പറഞ്ഞാൽ ഇവിടെ പെർസെൻറ്റേജ് ആയിട്ട് തന്നിരിക്കുന്നു. രണ്ടും സെയിം തന്നെയാണ്. 25%. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് 20,000. എസ്റ്റിമേറ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ആവശ്യമില്ല. ആ ഒരു ഇൻക്ലൂഡിങ് ഡിപ്രീസിയേഷൻ എക്സ്ട്രാ ഒരു ഇൻഫർമേഷനായിട്ട് തന്നിരിക്കുന്നു. അത് തരുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ വർക്കൗട്ട് ചെയ്യണ പോലെ നമുക്ക് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ തുടങ്ങാം. പ്രകാരം 3 കോളം പ്രൊവൈഡ് ചെയ്യുക. പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. പെർട്ടിക്കുലേഴ്സിൽ ഫസ്റ്റ് എന്നിട്ടിട്ട് എന്താ കറണ്ട് അസറ്റ്സിന് എഴുതുക. അതിൽ ആദ്യത്തെ ഐറ്റം ക്യാഷ് ആണ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ സോ 1 ഇട്ടിട്ട് ക്യാഷിന് എഴുതുക. ഔട്ടർ കോളത്തിൽ ക്യാഷിൻ്റെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 20,000 ആണ്. 20,000 എന്ന് എഴുതി. ദെൻ 2 എന്ന് പറഞ്ഞിട്ട് ഡെപ്റ്റേഴ്സ് എഴുതാം. ഉടനെ തന്നെ ഡെപ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് പീരീഡ്, നമ്മൾ ഡെപ്റ്റേഴ്സിനെ അലോ ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് പീരീഡ് നോക്കുമ്പോൾ അത് 2 months ആണ്. ബ്രാക്കറ്റിൽ അപ്പം തന്നെ എഴുതാം, 2 months എന്ന് എഴുതാം. ദെൻ അതിൻ്റെ സബ് ഹെഡ്സ് എഴുതാം. റോ മെറ്റീരിയൽ എന്ന് എഴുതാം. റോ മെറ്റീരിയൽ എത്രയാണ്? ലെവൽ ഓഫ് ആക്ടിവിറ്റി 1,80,000 ഇൻറ്റു റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എത്രയാണ്? 20 ഇൻറ്റു ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് സെയിലിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെപ്റ്റേഴ്സ് 25% ഓൺ ദ സ്പോട്ട് നമ്മൾ ക്യാഷ് ആയിട്ട് മേടിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 75 ടോട്ടൽ സെയിൽസിൻ്റെ ബാലൻസ് 75% നമുക്ക് എന്തായിട്ട് വരുള്ളൂ? ഡെപ്റ്റേഴ്സ് ആയിട്ട് വരുള്ളൂ. കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ 3/4 എന്ന് എഴുതിയത് പോലെ തന്നെ ഇവിടെ 25% ക്യാഷ് സെയിൽ ആണെങ്കിൽ 75% ആയിരിക്കും ക്രെഡിറ്റ് സെയിൽ. അപ്പോൾ ഇൻറ്റു 75% ഇൻറ്റു ദെൻ അവരുടെ ഹോൾഡിംഗ് പീരീഡ് 2/12. ഓക്കെ, അപ്പോൾ 1,80,000 ലെവൽ ഓഫ് ആക്ടിവിറ്റീനെ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ക്രെഡിറ്റ് സെയിലിൻ്റെ പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ച് ഹോൾഡിംഗ് പീരീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4,50,000 കിട്ടി. ദെൻ സെക്കൻഡ് ടൈം നമുക്ക് ലേബർ നോക്കാം. ലേബർ എങ്ങനെ കണ്ടുപിടിക്കും? ഇതുപോലെ തന്നെ 1,80,000 ഇൻറ്റു ലേബറിൻ്റെ കോസ്റ്റ് എത്രയാണ്? 5 ഇൻറ്റു ദെൻ അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽ പ്രൊപ്പോർഷൻ 75% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് ആയ 2/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,12,500 കിട്ടി. ദെൻ ഓവർഹെഡ്സ് നോക്കുക. 1,80,000 ഇൻറ്റു ഓവർഹെഡ്സിൻ്റെ കോസ്റ്റ് എത്രയാണ്? 15 ആണ്. ഇൻറ്റു ദെൻ ക്രെഡിറ്റ് സെയിൽ പ്രൊപ്പോർഷൻ 75% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 2/12. ദാറ്റ് ഇസ് ഈക്വൽ ടു 3,37,500. അങ്ങനെ 3 എണ്ണത്തിൻ്റെ നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന 3 സബ് ഹെഡ്സിൻ്റെയും എമൗണ്ടുകൾ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ അത് 3 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 lakhs കിട്ടും. അത് ഔട്ടർ കോളത്തിൽ എഴുതി. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ 9 lakhs ആണെന്ന് പറഞ്ഞിട്ട് ഔട്ടർ കോളത്തിൽ എഴുതി. അടുത്ത എന്താണ്? 3 എന്ന് പറഞ്ഞിട്ട് അടുത്ത് നമ്മൾ എന്താ എഴുതാറ്? സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. അതിന് പ്രത്യേകിച്ച് സ്പ്ലിറ്റപ്പിൻ്റെ ആവശ്യമില്ല. റോ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ 1,80,000 ഇൻറ്റു റോ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 20 ഇൻറ്റു
റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ് എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 months അപ്പോൾ ഇൻറ്റു 2/12 അപ്പോൾ എത്ര കിട്ടും നമുക്ക് 6 lakhs കിട്ടും. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം 6 lakhs. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമുക്ക് 6 lakh കിട്ടി. അതിന് വേറെ സബ് ഹെഡ്സ് ഒന്നുമില്ല. ദെൻ നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോകാം. ദാറ്റ് ഈസ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. എത്രയാണ് അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ്? ഹാഫ് മന്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹാഫ് മന്ത് എന്ന് എഴുതി. ദെൻ അതിൻ്റെ അണ്ടറിൽ 3 സബ് ഹെഡ്സ് വരും. ഫസ്റ്റ് വൺ റോ മെറ്റീരിയൽ. എങ്ങനെ കണ്ടുപിടിക്കാം? 1,80,000 ഇൻറ്റു റോ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 20 ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് ഹാഫ് മന്ത് ആണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? 0.5 എന്ന് എഴുതാം. 0.5 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,50,000 കിട്ടും റോ മെറ്റീരിയലിൻ്റെ പ്രൊപ്പോർഷനായിട്ട്. ഓക്കെ. ദെൻ ലേബർ കണ്ടുപിടിക്കുക. ഇതുപോലെ തന്നെ 1,80,000 ഇൻറ്റു ലേബർ കോസ്റ്റ് വരുന്നത് 5 ഇൻറ്റു അതിൻ്റെ പ്രപ്പോർഷൻ ഹോൾഡിംഗ് പീരീഡ് 0.5 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു വർക്ക് ഇൻ പ്രോഗ്രസ് ആയതുകൊണ്ട് നമ്മൾ ലേബറും ഓവർ ഹെഡ്സും 50% ആക്കണം. സോ 50%, ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 18,750. ദെൻ ഓവർ ഹെഡ്സ് ഇതുപോലെ തന്നെ 1,80,000 ഇൻറ്റു ഓവർ ഹെഡ്സ് കോസ്റ്റ് എന്ന് പറയുന്നത് 15 ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 0.5 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു വർക്ക് ഇൻ പ്രോഗ്രസ് ആയതുകൊണ്ട് 50%, ദാറ്റ് ഈസ് ഈക്വൽ ടു 56,250 ആണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. അപ്പോൾ 3 സബ് ഹെഡ്സിൻ്റെയും എമൗണ്ട് കണ്ടുപിടിച്ചു. ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 2,25,000 കിട്ടും. അത് ഔട്ടർ കോളത്തിലേക്ക് ഇടാം. ദെൻ ഫിഫ്ത്ത് വണ്ണായിട്ട് എന്താണ്? സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഉടനെ തന്നെ അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എഴുതാം. നോക്കുമ്പോൾ 1 month ആണ്. അപ്പോൾ ബ്രാക്കറ്റിൽ 1 month എന്ന് എഴുതി. ദെൻ 1 എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതാം? റോ മെറ്റീരിയൽ എഴുതാം. ഇങ്ങനെ ഹോൾഡിംഗ് പീരീഡ് ഇങ്ങനെ കണ്ടുപിടിക്കുക? 1,80,000 ഇൻറ്റു റോ മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്? 20 ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 1/12, ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 3 lakhs. ദെൻ നെക്സ്റ്റ് എന്താണ്? ലേബർ ആണ്. ഇതുപോലെ തന്നെ 1,80,000 ഇൻറ്റു ലേബറിൻ്റെ കോസ്റ്റ് വന്നിരിക്കുന്നത് 5 ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 1/12, ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 75,000. ദെൻ നെക്സ്റ്റ് ഓവർ ഹെഡ്സ് ആണ്. 1,80,000 ഇൻറ്റു ഓവർ ഹെഡ്സ് കോസ്റ്റ് 15 ഇൻറ്റു 1/12, ദാറ്റ് ഈസ് ഈക്വൽ ടു 2,25,000 കിട്ടി. ഓക്കെ. അപ്പോൾ ഇത് 3 എണ്ണത്തിൻ്റെയും സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ അണ്ടറിൽ വരുന്ന 3 എണ്ണത്തിൻ്റെയും എമൗണ്ടുകൾ കിട്ടി. അത് 3ഉം കൂടി ടോട്ടൽ ചെയ്യുക. ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. ദാറ്റ് ഈസ് 6 lakhs. ഓക്കെ. അപ്പോൾ 5 ഐറ്റത്തിൻ്റെയും ടോട്ടൽ എമൗണ്ടുകൾ ഔട്ടർ കോളത്തിൽ എഴുതി. ഇനി ആ 5 എണ്ണം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 23,45,000 ആണ് നമുക്ക് കറണ്ട് അസറ്റിൻ്റെ ടോട്ടലായിട്ട് കിട്ടിയത്. ദാറ്റ് ഈസ് 23,45,000. അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റ് കണ്ടുപിടിച്ചു. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കാം. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ബി എന്ന് പറഞ്ഞിട്ട് കറണ്ട് ലയബിലിറ്റീസ് എഴുതാം. അതിൻ്റെ അണ്ടറിൽ ആദ്യത്തെ വരുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് എഴുതാം. ഇതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ എന്താ വാങ്ങിയിട്ടുണ്ടാവുക? റോ മെറ്റീരിയലാണ് വാങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ റോ മെറ്റീരിയൽ കോസ്റ്റ് ആണ് എടുക്കേണ്ടത്. 1,80,000 ഇൻറ്റു 20 ഇൻറ്റു ക്രെഡിറ്റേഴ്സ് നമുക്ക് അലൗ ചെയ്തിരിക്കുന്ന ഹോൾഡിംഗ് പീരീഡ് അല്ലെങ്കിൽ ഡ്യൂ പീരീഡ് എന്ന് പറയുന്നത് 1 month ആണ്. 1/12, ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 3 lakh ആണ്. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ഇനി അടുത്ത കറണ്ട് ലയബിലിറ്റി ആയിട്ട് വരുന്നത് 2 ലാഗുകൾ പറഞ്ഞിട്ടുണ്ട്. വേജസും അതുപോലെ ഓവർ ഹെഡ്സും. അപ്പോൾ ആദ്യം വേജസ് നോക്കാം. 1,80,000 ഇൻറ്റു വേജസിൻ്റെ എമൗണ്ട് എത്രയാണ്? 5 ഇൻറ്റു വേജസിൻ്റെ ഹോൾഡിംഗ് പീരീഡ് തന്നിരിക്കുന്നത് 1/12 ആണ്. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 75,000. ഔട്ടർ കോളത്തിലെ 75,000 എഴുതി. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ഓവർ ഹെഡ്സും ഉണ്ട് ലാഗായിട്ട്. 1,80,000 ഇൻറ്റു ഓവർ ഹെഡ്സ് കോസ്റ്റ് 15 ഇൻറ്റു ലാഗ് വന്നിരിക്കുന്നത് ഹാഫ് മന്ത് ആണ്. സോ 0.5 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 1,12,500 ആണ് അതിൻ്റെ എമൗണ്ട് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ദെൻ ടോട്ടൽ ചെയ്യുക. 3ഉം കൂടി വേറെ ലാഗുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ വേറെ കറണ്ട് ലയബിലിറ്റീസ് ഒന്നും വരില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഓഫ് കറണ്ട് ലയബിലിറ്റീസ് ഈക്വൽ ടു 4,87,500 കിട്ടി. ഓക്കെ. ദെൻ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യുക. നമ്മൾ നേരത്തെ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 23,45,000 മൈനസ് ഇപ്പോൾ കണ്ടുപിടിച്ച കറണ്ട് ലയബിലിറ്റിയുടെ ടോട്ടലായ 4,87,500. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 18,57,500 ആണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കിട്ടുക. 18,57,500. ഇനി നമ്മുടെ പ്രൊവിഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനോട് കൂടി പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യാനില്ല. ഇപ്പോൾ കിട്ടിയ എമൗണ്ട് തന്നെയാണ് നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആയിട്ട് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 18,57,500. ഓക്കെ. ഇത് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുള്ള ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ ഇന്നലെ പഠിച്ച പോലെ തന്നെ ഒരു പ്രോബ്ലം തന്നെയാണിത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബഡ്ജറ്റഡ് സെയിൽസ് 2,60,000. ഇവിടെ എന്താണ് സെയിൽസ് ആണ് തന്നിരിക്കുന്നത്, ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ല, മൊത്തം റുപ്പീസിലാണ് തന്നിരിക്കുന്നത്. 2,60,000 റുപ്പീസാണ് ഞാൻ എൻ്റെ സെയിൽസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിലത്തെ എലമെൻറ്റ് ഓഫ് കോസ്റ്റുകളാണ് റോ മെറ്റീരിയൽ 0.3 എന്ന് വെച്ചാൽ 30%, ലേബർ 0.4 40%, ഓവർഹെഡ് 0.2 20%, പ്രോഫിറ്റ് 0.1 10%, ആൻഡ് സെല്ലിംഗ് പ്രൈസ് അങ്ങനെ നമുക്ക് 1 റുപ്പി കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്, അതായത് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച മെത്തേഡ്, അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് നേരിട്ടിട്ട് എന്ത് തന്നിരിക്കുന്നു, എമൗണ്ട് ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട് തന്നിരിക്കുന്നു 2,60,000 ഇൻറ്റു എത്രയാണ് സെല്ലിംഗ് പ്രൈസ് 1 ഇൻറ്റു 2,60,000 ഇൻറ്റു 1 എത്ര തന്നെയാണ് 2,60,000 തന്നെയാണ്. അപ്പോൾ വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നേരിട്ടിട്ട് ആ റോ മെറ്റീരിയലിൻ്റെ പ്രപ്പോർഷൻ കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായ? ഇതും വേറെ അതും വേറെ. നമ്മൾ ഇന്നലെ വരെ ഇപ്പോൾ 2 ദിവസമായിട്ട് ചെയ്തു വരുന്നത് നമുക്ക് ഓരോ എലമെൻസിൻ്റെയും കോസ്റ്റ് തന്നിട്ട് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാറ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തം സെയിൽസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് റോ മെറ്റീരിയൽ, ഇത്ര പെർസെൻറ്റേജ് ലേബർ, ഇത്ര പെർസെൻറ്റേജ് ഫിനിഷ് ഓവർഹെഡ്സ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാണണം, ഈ ബഡ്ജറ്റഡ് സെയിൽസ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രപ്പോർഷൻ കാണണം. ഇവിടെ പിന്നെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം 1 ആയതുകൊണ്ട്. അതുകൊണ്ട് മാത്രമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം അതിൻ്റെ പ്രപ്പോർഷൻ അതിന് മുകളിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ എല്ലാത്തിൻ്റെയും ഹോൾഡിംഗ് പീരീഡിൽ തന്നിട്ടുണ്ട്. റോ മെറ്റീരിയൽ 3 വീക്സ്, പ്രോസസ്സിംഗ് പീരീഡ് 3 വീക്സ്, ഫിനിഷ്ഡ് ഗുഡ്സ് 2 വീക്സ്, ക്രെഡിറ്റ് ഗിവൺ ടു ഡെപ്റ്റേഴ്സ് 8 വീക്സ്, ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയർ 5 വീക്സ്. നമ്മളോട് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച മെത്തേഡ് പ്രകാരമുള്ള ഒരു പ്രോബ്ലമാണ്. അതായത് പ്രൊപ്പോർഷനാണ് തന്നിരിക്കുന്നത്. ടോട്ടൽ സെയിൽസിൻ്റെ എത്ര പ്രൊപ്പോർഷനാണ് റോ മെറ്റീരിയൽ വരിക, എത്ര പെർസെൻറ്റേജ് ആണ് ഓവർ ഹെഡ്സ് വരിക, എത്ര പെർസെൻറ്റേജ് ആണ് ലേബർ വരിക, അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെവൽ ഓഫ് ആക്ടിവിറ്റീനെ സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പ്രൊപ്പോർഷൻ അതിൻ്റെ മുകളിൽ വർക്കൗട്ട് ചെയ്യണം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എളുപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം സെല്ലിംഗ് പ്രൈസ് 1 റുപ്പി ആണ്. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ എമൗണ്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ തുടങ്ങാം. 3 കോളംസ് പ്രൊവൈഡ് ചെയ്യുക. പെർട്ടിക്കുലർ എമൗണ്ട് ഇത് പറഞ്ഞിട്ട് 3 കോളം പ്രൊവൈഡ് ചെയ്തു. എ എന്ന് പറഞ്ഞിട്ട് കറണ്ട് അസറ്റ്സ് എഴുതി. 1 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ ക്യാഷ് ഒന്നും തന്നിട്ടില്ല, ക്വസ്റ്റ്യനിൽ ക്യാഷിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ക്യാഷ് എഴുതണ്ട, ഡെപ്റ്റേഴ്സ് എഴുതാം. ഉടനെ തന്നെ അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് നോക്കുക. എത്രയാണ്? 8 വീക്സ് ആണ് നമുക്ക് ഡെപ്റ്റേഴ്സിന് അലൗ ചെയ്തിരിക്കുന്ന പീരീഡ് എന്ന് പറയുന്നത്. സോ ബ്രാക്കറ്റിൽ 8 വീക്സ് എഴുതാം. ക്വസ്റ്റ്യനിൽ എല്ലാതും വീക്സിലാണ് തന്നിരിക്കുന്നത്, അപ്പോൾ നമുക്ക് എല്ലാതും വീക്കിൽ കണ്ടുപിടിക്കാം. എന്നിട്ട് ആദ്യം എന്ത് എഴുതാം, റോ മെറ്റീരിയൽ എഴുതാം. ഇങ്ങനെ കണ്ടുപിടിക്കുക, 2,60,000 ഇൻറ്റു, ശരിക്കും സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു, ഇൻറ്റു 1 എഴുതിയാലും എഴുതിയില്ലെങ്കിലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത്. 2,60,000 ഇൻറ്റു റോ മെറ്റീരിയലിൻ്റെ പ്രപ്പോർഷൻ എത്രയാണ്? 0.3, അല്ലെങ്കിൽ 30% എഴുതിയാലും മതി. പക്ഷേ ക്വസ്റ്റ്യനിൽ 0.3 എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 0.3 ഇൻറ്റു ക്രെഡിറ്റ് സെയിൽ ക്യാഷ് സെയിലിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ല. ഇത്ര പെർസെൻറ്റേജ് ക്യാഷ് സെയിലിന് ക്വസ്റ്റ്യനിൽ തന്നാൽ മാത്രം ആ ഒരു സെപ്പറേഷൻ്റെ ആവശ്യമുള്ളൂ. ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളായിട്ട് അസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി നേരിട്ടിട്ട് അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് കൊടുക്കാം. 8/52, 2,60,000 ഇൻറ്റു റോ മെറ്റീരിയൽ പ്രപ്പോർഷനായി 0.3 ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 8/52. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12,000 കിട്ടും. ദെൻ ബി എന്ന് പറഞ്ഞിട്ട് ലേബർ എഴുതുക. 2,60,000 ഇൻറ്റു ലേബറിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 0.4 ആണ്, ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 8/52. എത്ര കിട്ടി? 16,000 കിട്ടും. ദെൻ 3 എന്ന് പറഞ്ഞിട്ട് ഓവർ ഹെഡ്സ് എഴുതുക. അതുപോലെ തന്നെ 2,60,000 ഇൻറ്റു ഓവർ ഹെഡ്സിൻ്റെ പ്രപ്പോർഷൻ വന്നിരിക്കുന്നത് 0.2 ആണ്, ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 8/52. എത്ര കിട്ടും? 8,000 കിട്ടും. ഓക്കെ, അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന 3 സബ് ഹെഡ്സ് നമ്മൾ കണ്ടുപിടിച്ചു. അത് 3ഉം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 36,000 കിട്ടും. അത് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ഓക്കെ, ദെൻ 2 എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലിന് എഴുതി. അത് നമുക്ക് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? 2,60,000 ഇൻറ്റു റോ മെറ്റീരിയലിൻ്റെ പ്രപ്പോർഷൻ എത്രയാണ്? 0.3 ഇൻറ്റു റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ് എത്ര ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 3 വീക്സ് ആണ് തന്നിരിക്കുന്നത്. 3/52. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,500 കിട്ടും. 4,500 കിട്ടി.
ദെൻ അടുത്ത എന്താണ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഉടനെ തന്നെ അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് ബ്രാക്കറ്റിൽ എഴുതുക. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഹോൾഡിംഗ് പീരീഡ് ആയിട്ട് വന്നിരിക്കുന്നത് 3 വീക്സ് തന്നെയാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ 3 വീക്സ് എഴുതി. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, അതിൻ്റെ അണ്ടറിൽ 3 സബ് ഹെഡ്സ് വരും. 1 എന്ന് പറഞ്ഞിട്ട് റോ മെറ്റീരിയലിന് എഴുതുക. 2,60,000 ഇൻറ്റു റോ മെറ്റീരിയലിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 0.3 ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 3/52 എത്ര കിട്ടും? 4,500 കിട്ടി. ദെൻ ബി എന്ന് പറഞ്ഞിട്ട് ലേബർ എഴുതുക. 2,60,000 ഇൻറ്റു ലേബറിൻ്റെ പ്രപ്പോർഷൻ 0.4 ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 3/52 ഇൻറ്റു വർക്ക് ഇൻ പ്രോഗ്രസ് ആയതുകൊണ്ട് 50% ചാർജ് ചെയ്യാനായിട്ട് പാടുള്ളൂ ലേബറിനും ഓവർ ഹെഡ്സിനും. സോ 50% ദാറ്റ് ഈസ് ഈക്വൽ ടു 3,000. 3 എന്ന് പറഞ്ഞിട്ട് ഓവർ ഹെഡ്സ് എഴുതുക. 2,60,000 ഇൻറ്റു ഓവർ ഹെഡ്സിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 0.2 ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 3/52 ഇൻറ്റു വർക്ക് ഇൻ പ്രോഗ്രസ് ആയതുകൊണ്ട് 50% ദാറ്റ് ഈസ് ഈക്വൽ ടു 1,500. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ അണ്ടറിൽ വരുന്ന 3 സബ് ഹെഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അത് 3ഉം കൂടി ആഡ് ചെയ്യുക. ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 9,000 കിട്ടും. അത് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ഓക്കെ, ദെൻ 4 എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എഴുതാം. ഉടനെ തന്നെ അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എഴുതാം. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 2 വീക്സ് ആണ്. സോ അതിൻ്റെ അണ്ടറിൽ 3 സബ് ഹെഡ്സ് വരും. ആദ്യത്തേത് റോ മെറ്റീരിയൽ 2,60,000 ഇൻറ്റു റോ മെറ്റീരിയലിൻ്റെ പ്രപ്പോർഷൻ 0.3 ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 2/52 ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 3,000. ദെൻ ലേബർ എന്ന് പറഞ്ഞിട്ട് 2,60,000 ഇൻറ്റു അതിൻ്റെ പ്രപ്പോർഷനായിട്ട് വരിക 0.4 ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 2/52 എത്ര വരും? 4,000 വരും. ദെൻ ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞിട്ട് 2,60,000 ഇൻറ്റു ഓവർ ഹെഡ്സിൻ്റെ പ്രപ്പോർഷൻ 0.2 ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 2/52 എത്ര വരും? 2,000 വരും. അങ്ങനെ നമ്മൾ അതിൻ്റെയും 3 എണ്ണത്തിൻ്റെയും എമൗണ്ടുകൾ കണ്ടുപിടിച്ചു. അത് 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9,000 ആണ് കിട്ടുക. അത് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതി 9,000. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ കറണ്ട് അസറ്റ്സുകളുടെയും ടോട്ടൽ എമൗണ്ടുകൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക? ടോട്ടൽ കോളം ഔട്ടർ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 58,500 കിട്ടും. അതാണ് നമ്മുടെ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് ആയിട്ട് വരിക. ദാറ്റ്സ് ഈക്വൽ ടു 58,500. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കണം. ബി എന്ന് പറഞ്ഞിട്ട് കറണ്ട് ലയബിലിറ്റീസ് എഴുതാം. അതിൻ്റെ അണ്ടറിൽ തന്നെ ആദ്യത്തെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സിന് എഴുതി 2,60,000 ഇൻറ്റു ക്രെഡിറ്റേഴ്സിന് ഏത് എമൗണ്ടാണ് നോക്കേണ്ടത്? റോ മെറ്റീരിയലിൻ്റെ പ്രപ്പോർഷൻ ഇൻറ്റു 0.3 ഇൻറ്റു ക്രെഡിറ്റേഴ്സ് അലൗ ചെയ്തിരിക്കുന്ന ഡ്യൂ പീരീഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ് ഈസ് 5 വീക്സ്. സോ 5/52 എത്ര കിട്ടും? നമുക്ക് 7,500 കിട്ടും. ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ഇനി അടുത്ത കറണ്ട് ലയബിലിറ്റി വരിക ലാഗുകളാണ്. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ലാഗിനെ കുറിച്ചും ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ലാഗൊന്നും വരുത്താറില്ല, ഒരു ഔട്ട്സ്റ്റാൻഡിങ്ങും നമ്മൾ വരുത്താറില്ല. അപ്പോൾ കറണ്ട് അസറ്റ് ക്രെഡിറ്റേഴ്സ് മാത്രമുള്ളൂ. അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7,500 കിട്ടും. അപ്പോൾ ടോട്ടൽ ഓഫ് കറണ്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 7,500. ദെൻ സി എന്ന് പറഞ്ഞിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എഴുതുക. A-B. എ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കറണ്ട് അസറ്റ് എമൗണ്ട് ആയ 58,500 മൈനസ് ബി എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റീസിൻ്റെ ടോട്ടലായ 7,500 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 51,000 ആണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കിട്ടുക. അതിനോടുകൂടി പ്രത്യേകിച്ചൊരു പ്രൊവിഷനൊന്നും ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതേ എമൗണ്ട് തന്നെയാണ് നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആയിട്ട് വരിക. ദാറ്റ്സ് ഈസ് ഈക്വൽ ടു 51,000. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകിച്ചൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റുപ്പീസ് ആയിട്ടാണോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആയിട്ടാണോ തന്നിരിക്കുന്നത്. റുപ്പീസ് ആയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ യൂണിറ്റിനെ ജസ്റ്റ് അതിൻ്റെ കൺസേൺഡ് റുപ്പീസിന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതേസമയം എല്ലാ കോസ്റ്റുകളും പ്രൊപ്പോർഷനായിട്ടാണ് തരുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ യൂണിറ്റിനെ സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പ്രൊപ്പോർഷൻ അതിൻ്റെ മുകളിൽ കാണേണ്ടതായിട്ട് വരും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കാട്ടോ. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് റുപ്പീസ് ആയിട്ടാണോ പെർസെൻറ്റേജ് ആയിട്ടാണോ തന്നിരിക്കുന്നത് നോക്കുക. റുപ്പീസ് ആണെങ്കിൽ നമ്മൾ യൂണിറ്റിനെ റുപ്പീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതേസമയം പെർസെൻറ്റേജ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ലെവൽ ഓഫ് ആക്ടിവിറ്റീനെ ആദ്യം SP കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം അതിൻ്റെ മുകളിൽ നമ്മൾ പ്രൊപ്പോർഷൻ വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, next problem. Level of activity 1,80,000. Elements of cost are raw material 50%, labor 20%, overheads 20%, profit 10%, selling price 4.
അപ്പോൾ ഇത് എങ്ങനെയാണ് പെർസെൻറ്റേജ് തന്നെയായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആ ലെവൽ ഓഫ് ആക്ടിവിറ്റീനെ ആദ്യം SP കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. SP വന്നിരിക്കുന്നത് 4 ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ പ്രൊപ്പോർഷൻ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, ലെവൽ ഓഫ് ആക്ടിവിറ്റീനെ SP കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം പ്രൊപ്പോർഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, then raw material remains in store for 2 months. Processing period വന്നിട്ടുണ്ട്, finished goods വന്നിട്ടുണ്ട്, credit given to debtors വന്നിട്ടുണ്ട്, credit allowed by suppliers തന്നിട്ടുണ്ട്. then working capital requirements estimate ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. നേരത്തെ പ്രോബ്ലത്തിലെ പോലെ തന്നെ ടൈം ലാഗുകളൊന്നും പറഞ്ഞിട്ടില്ല, ലാഗ് ഒന്നും വരുത്തിയിട്ടില്ല. നമ്മളൊക്കെ കറക്റ്റ് പേയ്മെൻറ്റ് നടത്താറുണ്ട്, അതുകൊണ്ട് തന്നെ ടൈം ലാഗ് ഇല്ല. അപ്പോൾ കറണ്ട് ലയബിലിറ്റിയിൽ ആകെ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. പ്രൊഫോമ പ്രകാരം 3 കോളം പ്രൊവൈഡ് ചെയ്യുക. പെർട്ടിക്കുലർ എമൗണ്ട് അതിൽ A എന്ന് പറഞ്ഞിട്ട് കറണ്ട് അസറ്റ്സ് എഴുതുക. 1 എന്ന് പറഞ്ഞിട്ട് ക്യാഷാണ് എഴുതാറ്, പക്ഷെ ക്യാഷിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. സോ ഡെപ്റ്റേഴ്സ് എഴുതുക. ഉടനെ തന്നെ അതിനെ ഹോൾഡിംഗ് പീരീഡ് ബ്രാക്കറ്റിൽ എഴുതുക. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും നമ്മൾ കസ്റ്റമേഴ്സിനെ അലൗ ചെയ്യുന്ന ഹോൾഡിംഗ് പീരീഡ് എത്രയാണ്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 3 months ആണ്. അപ്പോൾ ബ്രാക്കറ്റിൽ 3 months എഴുതി. ഇനി അതിൻ്റെ അണ്ടറിൽ സബ് ഹെഡ്സ് വരുന്നുണ്ട്. അതിൽ 1 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ റോ മെറ്റീരിയൽ എഴുതുക. അതെങ്ങനെ കണ്ടുപിടിക്കാം? 1,80,000 ഇൻറ്റു SP എത്രയാണ്? 4 ഇൻറ്റു റോ മെറ്റീരിയലിൻ്റെ പ്രപ്പോർഷൻ 50% ഇൻറ്റു. ഇനി ക്രെഡിറ്റ് സെയിൽ ക്യാഷ് സെയിൽ പ്രപ്പോർഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ടിട്ട് അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 3/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? റോ മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് 90,000 കിട്ടി. ദെൻ ലേബർ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ 1,80,000 ഇൻറ്റു SP4 ഇൻറ്റു ലേബറിൻ്റെ പ്രപ്പോർഷൻ 20% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 3/12. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 36,000. ദെൻ ഓവർ ഹെഡ്സ് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കുക. 1,80,000 ഇൻറ്റു SP4 ഇൻറ്റു പ്രപ്പോർഷൻ 20% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 3/12. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 36,000. അപ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന 3 സബ് ഹെഡ്സിൻ്റെയും എമൗണ്ടുകൾ കണ്ടുപിടിച്ചു. അത് 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,62,000 ആണ് നമുക്ക് കിട്ടുക. അത് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതി. ഓക്കെ, ദെൻ 2 എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് എഴുതുക. എങ്ങനെ കണ്ടുപിടിക്കാം? 1,80,000 ഇൻറ്റു SP4 ഇൻറ്റു റോ മെറ്റീരിയലിൻ്റെ പ്രപ്പോർഷൻ എത്രയാണ്? 50% ഇൻറ്റു റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും 2 months. അപ്പോൾ 2/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 60,000 ആണ് നമുക്ക് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കിട്ടുക. അത് ഔട്ടർ കോളത്തിൽ എഴുതി. ദെൻ 3 എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എഴുതുക. ഉടനെ തന്നെ അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് ബ്രാക്കറ്റിൽ എഴുതുക. ദാറ്റ് ഇസ് ഈക്വൽ ടു ½ month. ദെൻ അതിൻ്റെ അണ്ടറിൽ വരുന്ന 3 സബ് ഹെഡ്സ് നോക്കുക. റോ മെറ്റീരിയൽ 1,80,000 ഇൻറ്റു SP4 ഇൻറ്റു പ്രപ്പോർഷൻ 50% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് ½ month ആണ്. അപ്പോൾ 0.5 ഇട്ടാൽ മതി. 0.5 ഡിവൈഡഡ് ബൈ 12. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 15,000. ദെൻ ലേബർ ഇതുപോലെ കണ്ടുപിടിക്കുക. 1,80,000 ഇൻറ്റു SP4 ഇൻറ്റു ലേബറിൻ്റെ പ്രപ്പോർഷൻ 20% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 0.5 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു വർക്കിംഗ് പ്രോഗ്രസ് ആയതുകൊണ്ട് ലേബറും ഓവർ ഹെഡ്സും 50% ആക്കണം. ഇൻറ്റു 50%. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 3,000 കിട്ടും. ദെൻ ഓവർ ഹെഡ്സ് കണ്ടുപിടിക്കാം. 1,80,000 ഇൻറ്റു SP4 ഇൻറ്റു ഓവർ ഹെഡ്സിൻ്റെ പ്രപ്പോർഷൻ 20% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 0.5 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു വർക്കിംഗ് പ്രോഗ്രസ് ആയതുകൊണ്ട് 50%. ദാറ്റ് ഇസ് ഈക്വൽ ടു 3,000. ഓക്കെ, അപ്പോൾ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ അണ്ടറിൽ വരുന്ന 3 സബ് ഹെഡ്സും കണ്ടുപിടിച്ചു. അത് 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 21,000 കിട്ടും. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. ദെൻ 4 എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എഴുതുക. ഉടനെ തന്നെ അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എഴുതുക. 3 months ആണ്. ദെൻ അതിന് അണ്ടറിൽ വരുന്ന ആദ്യത്തെ സബ് ഹെഡിങ് റോ മെറ്റീരിയൽ 1,80,000 ഇൻറ്റു കോസ്റ്റ് SP4 ഇൻറ്റു പ്രപ്പോർഷൻ റോ മെറ്റീരിയലിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 50% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 3/12. ദാറ്റ് ഇസ് ഈക്വൽ ടു 90,000. Then labor 1,80,000 into SP4 into proportion 20% into holding period 3/12. That is equal to 36,000. Then overheads 1,80,000 into SP4 into proportion 20% into 3/12. അപ്പോൾ അത് 36,000 തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിന് അണ്ടറിൽ വരുന്ന 3 സബ് ഹെഡ്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,62,000 കിട്ടും. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതി. അപ്പോൾ നമ്മുടെ കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ കണ്ടുപിടിച്ചു. അത് 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,05,000 കിട്ടും.
അപ്പോൾ എന്ന് പറഞ്ഞിട്ട് കറണ്ട് അസറ്റ് നമുക്ക് എത്ര കിട്ടി? 4,05,000 കിട്ടി. ഇനി നമുക്ക് കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കാം. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ബി എന്ന് പറഞ്ഞിട്ട് കറണ്ട് ലയബിലിറ്റീസ് എഴുതാം. അണ്ടറിൽ 1 എഴുതാം, ക്രെഡിറ്റേഴ്സ് എഴുതാം. 1,80,000 ഇൻറ്റു 4 SP4 ഇൻറ്റു ക്രെഡിറ്റേഴ്സിൽ നിന്ന് റോ മെറ്റീരിയലാണ് വാങ്ങിയിട്ടുണ്ടാവുക. സോ റോ മെറ്റീരിയലിൻ്റെ പ്രൊപ്പോർഷനാണ് യൂസ് ചെയ്യേണ്ടത്. 50% ഇൻറ്റു ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയർ എത്രയാണ്? 2 months ആണ്. 2/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 60,000 കിട്ടും. ആ 60,000 നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ദെൻ വേറെ ലാഗുകളൊന്നും പറഞ്ഞിട്ടില്ല, വേജസോ അല്ലെങ്കിൽ ഓവർ ഹെഡ്സോ ഒന്നും ലാഗിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിനി വേറെ ഒന്നുമില്ല, അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ടോട്ടൽ ഓഫ് കറണ്ട് ലയബിലിറ്റീസ് ഇസ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സിന് അതേ എമൗണ്ട് തന്നെ 60,000. അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റും കണ്ടുപിടിച്ചു, കറണ്ട് ലയബിലിറ്റിയും കണ്ടുപിടിച്ചു. ഇനി എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. A മൈനസ് ബി. എ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ, അത് നമ്മൾ നേരത്തെ കണ്ടുവച്ചിരിക്കുന്നു. 4,05,000 മൈനസ് ബി എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റിയുടെ ടോട്ടൽ, അതിപ്പോൾ കണ്ടുപിടിച്ചത് 60,000. ദാറ്റ് ഇസ് ഈക്വൽ ടു 3,45,000 ആണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വരിക. ദെൻ അതിന് കുറച്ച് പ്രത്യേകിച്ച് ആഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളായിട്ടൊന്നും ആഡ് ചെയ്യേണ്ട. ഇത് തന്നെയാണ് നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ആയിട്ട് വരിക, 3,45,000. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വർക്കിംഗ് ക്യാപിറ്റൽ ഒരു കൊല്ലത്തിലെ ആ കമ്പനിയിലെ എത്ര എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യകത വരും എന്ന ഒരു എസ്റ്റിമേഷൻ നമുക്ക് ഈ രീതിയിൽ നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു.